ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കി ബർത്ത്ഡേ ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി ബസ്സിനെ കാത്ത് നിൽക്കുന്നതാട്ടോ ഇത്. ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകാമെന്ന് കരുതിയതാണ്. അന്ന് സ്കൂളിൽ സ്പ്ലാഷ് പൂൾ ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും കളർ ഡ്രസ്സായിരിക്കും. പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞ ഡ്രസ് കോഡിലേ പോകാനും പറ്റൂ. അതാണ് ഈ വേഷം. ബാഗിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. യൂണിഫോമൊക്കെ കരുതിയിട്ടുണ്ട് ബാഗിൽ. തിരിച്ച് യൂണിഫോമിലായിരിക്കും വരുന്നത്. ആളത് ഭയങ്കര സന്തോഷത്തിലാണ്. വീട്ടിൽ കട്ടിലിൽ കിടന്ന് നീന്തലിന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് പോന്നേ. നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കൊടുക്കാൻ രാവിലെ ഏട്ടനോട് പറയുന്ന കേട്ട് അവന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന്. എന്നാലേ സ്കൂളിൽ പോയി നന്നായിട്ട് നീന്താൻ പറ്റുള്ളൂ എന്ന്. ഇന്ന് ആൾ റെഡിയായിട്ട് വേഗം ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. പക്ഷേ ഇന്ന് ബസ് താമസിക്കുന്നു. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ കളിക്കുമ്പോഴും അതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേക്ക് വാങ്ങിയിട്ടുന്ന ഗിഫ്റ്റ് കൂടെ നോക്കാനാണ് പോയത്. അന്ന് എല്ലാ ഗിഫ്റ്റ് ഷോപ്പും നേരത്തെ തന്നെ അടച്ചായിരുന്നു. ഞങ്ങളന്ന് കുറച്ച് താമസിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. ഞങ്ങളുടെ വീടിനടുത്തൊരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് അവിടെ നിന്ന് പോയി അവന് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുക. ആ കടയിൽ നിന്നൊരു ഗിഫ്റ്റ് വാങ്ങിച്ചാൽ അതേ വിലയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് അതുപോലെ തന്നെ 5 ഗിഫ്റ്റ് വാങ്ങിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിവതും വേറെ കടയിൽ പോകുന്നത്. ഇന്നിനിയിപ്പോൾ വേറെ നിവർത്തിയില്ല, അവിടെ പോയേ പറ്റൂ. വൈകിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. ലക്കി നേരത്തെ ഒരുങ്ങി ഇറങ്ങിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഇന്ന് വണ്ടി ഒരുപാട് താമസിക്കുന്നു. ഈ കിടന്ന് കാണിക്കുന്നതെല്ലാം അവിടെ വെള്ളത്തിൽ കിടന്ന് കാണിക്കാനുള്ളതാട്ടോ. പിന്നെ അവന് റോഡിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി. എന്തായാലും മണ്ണുവാരി കളിക്കുന്നതിന് മുന്നേ ബസ് വന്ന്. ഇതാണ് ഞാനാ പറഞ്ഞ കട. വൈകിട്ട് 6 മണിയായപ്പോൾ ഞാനും നന്ദിയും കൂടി അങ്ങോട്ട് പോയി. ലക്കി നല്ല ഉറക്കം, അതുകൊണ്ട് അവനെ വിളിച്ചില്ല കേട്ടോ. അല്ലേലും അവന് വേണ്ടിയുള്ള ഗിഫ്റ്റ് വാങ്ങാൻ എങ്ങനെ അവനെ കൂടി കൊണ്ടുപോകണത്? അതൊക്കെ സർപ്രൈസ് അല്ലേ. വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നന്ദിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം വീട്ടിൽ വന്നു കേട്ടോ. അവൻ ഉണർന്നിട്ടില്ല. ഏട്ടൻ ജോലി കഴിഞ്ഞ് കുറച്ച് വൈകിയേ വരൂ, അല്ലെങ്കിൽ ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നനെ. കട വേഗം അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ തന്നെ വേഗം വന്നത്. ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, പക്ഷെ വില അടിപൊളിയാണ്. ഇനി ചെന്നിട്ട് വേണം ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റ് ചെയ്യാൻ. ഇപ്രാവശ്യം പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ പാർട്ടിക്ക്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താമസിക്കുന്നിടത്തെ അയൽവക്കക്കാരുമായിട്ടൊന്നും ഞങ്ങൾ പരിചയമായിട്ടില്ല കേട്ടോ. പിന്നെങ്ങനെയാണ് വിളിക്കുക? ലക്കി പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും പാർട്ടിക്ക് വിളിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും അവന് ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോൾ അവൻ ഗിഫ്റ്റ് കൊണ്ട് പോകണതല്ലേ, അതുകൊണ്ട് പറയുന്നതാ കേട്ടോ. അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റുകൾ ഭയങ്കര ഇഷ്ടമല്ലേ. ഞങ്ങൾ 3 ആളും അവന് വേണ്ടി ഓരോ ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയ കൃഷ്ണനെയും രാധയും നല്ല ഭംഗി. ഇങ്ങനെ കാണുന്നേക്കാളും നേരിട്ട് കാണാനാ രസം. നല്ല 3D എഫക്റ്റ്. നന്ദ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ 2 ആളും കൂടി ചേർന്ന് ബലൂണൊക്കെ വെറുപ്പിച്ച് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടനും വന്ന്. ലക്കി അപ്പോഴും ഉറക്കം തന്നെ ആയിരുന്നു. ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിച്ചുണർത്തിയത്. ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ ഇരിക്കുന്ന എല്ലാം അവൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ഇന്നലത്തെ വ്ളോഗ് കണ്ടില്ലേ? അത്രയും വെറൈറ്റി കേക്കുകൾ ഉണ്ടായിട്ട് അവന് ഇഷ്ടപ്പെട്ട കേക്ക് ഇതാ. കേക്ക് കട്ട് ചെയ്തോട്ടെന്ന് ചോദിക്കുമോ ഇത്?
കേക്കൊക്കെ അവിടെ ഇട്ടിട്ട് ഗിഫ്റ്റിനകത്ത് എന്താന്ന് ആള് തരുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.